could spread your love? What if your sweetness could reach everyone? There'd be no wars. Maybe the birds will sing about your heart. Maybe the trees will whisper the word. Maybe the sun will spread your joy. Hey, hello, good morning. So guys, welcome to a rainy day in Australia. പുറത്ത് നല്ല മഴ പെയ്യുന്ന ഒരു കോസി ഡേ ആണെന്ന്. സോ ഇവിടെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മഴ വരും പോവും, ചിലപ്പോൾ ചെറിയൊരു സൺ വരും. വെതർ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ആര്യൻകുട്ടിന് ചെറിയൊരു കോൾഡ്, ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്. അപ്പം ചൂടായിട്ട് രാവിലെ തന്നെ കഞ്ഞി കൊടുക്കുകയാണ്. കഞ്ഞി കൊടുക്കാൻ ഇന്നലെ കുഞ്ഞ് രാത്രി ഒന്നും കഴിച്ചില്ല. പിന്നെ നമ്മളും അധികം പുഷ് ചെയ്തില്ല. ആദ്യമായിട്ടാണ് ആര്യൻകുട്ടറെ ഡിന്നർ കൊടുക്കാണ്ട് ഞാൻ കിടത്തുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു രാവിലേക്ക് വിശന്നു. ഇപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുമ്പോ എന്തൊരു സമാധാനമാണ് ഞങ്ങൾക്ക്. അയ്യോ, ഇവിടെ മഴയാണ്. ആര്യൻകുട്ടന് പനിക്കുന്നുണ്ട് ചെറുങ്ങനെ. എന്താ വിളിക്കുന്നേ? ആര്? ആനോ? മൈന കുഞ്ഞിനെ കുഞ്ഞുമണി വിളിക്കുന്നുണ്ട്. ആണോ? ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ് വിളിക്കുന്നത്. അമ്മ മൈന വിളിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, ഇവിടെ നല്ല മഴയായിരുന്നു. 2 minutes ബാക്ക് തപ്പേന്ന് പറഞ്ഞ മഴ നിന്നു. ഇതാ സൺ വന്നു, നല്ല വെയിൽ വന്നു. പക്ഷെ ഇന്നിങ്ങനെ ഓഫ് ആൻഡ് ഓൺ ആണ്. മഴ പെയ്യും പോവും. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, കറുത്തിരിക്കുന്ന കണ്ടോ, ഇവിടെ വെളുത്തിരിക്കുന്ന കണ്ടോ. പെട്ടെന്ന് മഴ പെയ്യും. അപ്പം എന്തായാലും ഇന്ന് റെയിനി ആണ് ആക്ച്വലി ഡേ. ഒരു 10 ഡിഗ്രി ഒക്കെയാണ് ഇപ്പം ടെമ്പറേച്ചർ. ബട്ട് സണ്ണി ആയതുകൊണ്ടാണ് ഞാൻ പുറത്ത് നിൽക്കുന്നത് ആക്ച്വലി. കാമി എന്താ ചെയ്യുന്നേ? കാമി നല്ല തണുപ്പത്ത് കോസി ആയിട്ട് ഇരിക്കുകയാണ്. കം, അവനെ എറിഞ്ഞു കൊടുക്ക. പക്ഷെ കാമി പോകുന്നില്ല. എന്താ കാമി കളിക്കുന്നില്ലേ കണ്ണാ? കാമി തണുപ്പാണെങ്കിൽ ഇങ്ങനെയാ, മുമ്പിൽ ഇരിക്കും. ഗുഡ് മോർണിംഗ് പറഞ്ഞോ കാമിനോട്? ചെറിയ വെയിലുണ്ട്, തണുപ്പത്ത് ഒരു കുഞ്ഞു വെയില്. അതെ അതെ, റെയിനി ഡേ മാറ്റി സണ്ണി ഡേ ആക്കണം. ഇല്ല, എപ്പം പെയ്യും. നല്ല കട്ടക്ക് നിൽക്കുന്നുണ്ട് അവിടെ. അത് ഒരു സൈഡ് സണ്ണിന് എത്തി നോക്കാൻ ഒരു സൈഡ് ഇട്ടപ്പം വന്നതാ. കാമി നോക്കുന്നില്ല, ഇപ്പം കംപ്ലൈന്റ്. കാമി ബോൾ കൊടുക്കുന്നില്ല, കാമി നോക്കുന്നില്ല, കാമി ഷെയർ ചെയ്യുന്നില്ല. ഇതാണ് പറയാ. മലന്ന് കടന്നു തരിക കാരണം അവിടെ അങ്ങനെ ആക്കാൻ വേണ്ടിട്ട് ആക്കാൻ വരുന്നുണ്ടോ? ഉമ്മ കൊടുത്തോളൂ. ഉമ്മ
എല്ലാം ലോകത്തിലെ എല്ലാം രണ്ടാമല്ലേ. അയ്യോ നമ്മള് പറയുന്നതൊക്കെയാണ് അവൻ. നിന്നെ ഞാനുണ്ടല്ലോ, നിന്റെ മൂക്ക് ഞാൻ മുറിക്കുന്നു. അതാ ഉമ്മ കൊടുക്ക്. ആരും കൂട്ടാ ഒരു ഉമ്മ കൊക്കു ആയില്ല. പാലല്ലടാ പല്ല്. പല്ല് കാണിക്കുന്ന പറയണേ. പല്ല കാണിക്കേ. കാമി പല്ല് കാണിച്ചു കൊടുക്ക്. ഇതാ ഇവിടെ ഇങ്ങനെ 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 ആക്കി കൊടുക്ക് മെല്ലെ. കഞ്ഞി മതിയോ? പാത്രം കഴുകട്ടെ? വേണോ? കൊച്ചു കഞ്ഞി വേണോ? ഇനി മതിയല്ലേ? കഞ്ഞി കൊടുക്കാൻ വേണ്ടിട്ട് അയ്യോ ഇപ്പൊ മഴ പെയ്യും. ഇന്നലെ മെഗ്രിയിലേക്ക് ഒരു വാക്കൊക്കെ പോയി, കോഫി ഒക്കെ കഴിച്ചു അല്ലേ? യെസ്. എവിടെ പോയതാ? ആപ്പിൾ വേണോ? അപ്പൊ കട്ട് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. കട്ട് ചെയ്ത് തരണോ? ഓക്കെ. അച്ചി തുമ്മിയോ? സ്മോൾ പീസ് പോരെ ആയിരുന്നേ? അയൽക്കുട്ടാ ഇതാ ആര്യ, നീ ചോദിച്ച അപ്പൊ ഒന്നും തരില്ല കേട്ടോ. പെരുമഴ വരുന്നുണ്ട്. നമുക്കേ ഒരു ദിവസം തന്നെ പറയാം പെരുമഴ വരുന്നുണ്ട്. എന്തൊരു ചൂടാ. നമുക്ക് നേരത്തെ നല്ല സണ്ണി. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടാ സംസാരിച്ചത്. ഫ്ലക്ച്വേറ്റിംഗ് വെതർ എന്ന് എപ്പോഴും ഏട്ടൻ പറയുമ്പം ഞാൻ ഇത്രയും വിചാരിച്ചിരുന്നില്ല. അതായത് ഒരു ദിവസം തന്നെ ഇവിടെ 20 ഡിഗ്രി ഒക്കെ ഡൗൺ ആയിട്ടുണ്ട്. അതായത് 40 ചൂട് വന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് മഴ 20 ഡിഗ്രി. അതാണ് ആര്യമുട്ടനും ചെറുങ്ങനെയൊന്ന് സിക്കായത്. പെട്ടെന്ന് തണുപ്പും പെട്ടെന്ന് ചൂടും പെട്ടെന്ന് മഴയും എല്ലാം മാറി മാറി വന്നപ്പോഴേ മണാലി പോയി -11 ഡിഗ്രിയിൽ നിന്നിട്ട് പോലും ഗോഡ് ബ്ലസ് യു അതിന് അങ്ങനെ പ്രശ്നം പറ്റില്ല. അപ്പം നമ്മളെ ബോഡി ആ ടെമ്പറേച്ചറിനോട് യൂസ് ടു ആവും. പക്ഷെ ഇവിടെ നമ്മൾ തണുപ്പ് വന്നപ്പോ തണുപ്പായിരുന്നു, അതിനോടൊന്നും യൂസ് ടു ആയി വരുമ്പോഴത്തേക്ക് ഫുൾ സണ്ണിയായി. പിന്നെ ചില ദിവസം വിൻഡായിരിക്കും. ഈ 10 ഡിഗ്രിയിലൊക്കെ കാറ്റടിച്ചാലുണ്ടല്ലോ മക്കളെ. ആരും കൂട്ടാ കഴിക്കൂ. ഒന്നും കൂടി ആപ്പിൾ വേണോ? എന്റെ ജീവിതം സഫലമായി. ഫ്രിഡ്ജ് ആർക്കാ ഉമ്മ? പവറിന് ഉമ്മ വെച്ച ഷോക്ക് അടിക്കും കേട്ടോ.
ഗ്ലാസ് അല്ല, ഗ്യാസ്. അല്ല, അത് ബിഗായ ആൾക്കാരുടെ. ആ മരുന്ന്. നല്ല ടാസ്ക് ഉണ്ട് ഞങ്ങൾക്ക്. അതുകൂടി കഴിഞ്ഞ് വിട്ടേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കടന്നു. ഇന്നലെ മുതൽക്ക് ഈ ടേബിൾ ഇങ്ങനെയാണ്. ഒരു സൈഡിൽ വെള്ളക്കുപ്പി, മറ്റേ പാൽക്കുപ്പി, മരുന്ന്, സ്റ്റീമർ, ഇതാണ് നീസൽ സ്പ്രേ. ഇതാണ് അവസ്ഥ. രാവിലത്തെ നല്ല വെയിൽ വന്നു. വെയിലും മഴയും തന്നെ അവസ്ഥ. കാമി കണ്ടോ? ആപ്പിൾ വേണോ? തരാം. കാമി നല്ല കോശിയായിട്ട് കിടക്കാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓയ് എന്ത് ചെയ്യാൻ പോ? എന്ത് ചെയ്യാ? ഈ തണുപ്പത്തോ? എന്റെ പപ്പടം കഴിക്കുന്നുണ്ടോ? ആപ്പിൾ കഴിക്കുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും ഇന്നലത്തോടെ ഇന്ന് മോർണിംഗോടെ എനിക്കുണ്ടല്ലോ. ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വന്നിട്ട് ഹി വാസ് വെരി ആക്റ്റീവ്. കളിക്കുന്നു, അതാണ് ഇതാണ്. അപ്പൊ ഞാൻ ഇവനെന്താ ഒരു 2 മിനിറ്റ് ഒന്നും ഇരിക്കാത്തേ. പക്ഷെ ഉണ്ടല്ലോ അവൻ ഇരുന്ന തീർന്നു. ഞങ്ങളുടെ 2 മൂന്നും ഡെയിലിയും അങ്ങനെ വയ്യാണ്ടാകുമ്പോഴാണല്ലോ പിള്ളേര് റെസ്റ്റ് എടുക്കുക. അങ്ങനെ ആവരുത് ആക്ച്വലി. നമുക്ക് എപ്പോഴും നമ്മള് വി ഷുഡ് ഫീൽ സോ ബ്ലെസ്ഡ്. ഇവര് ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ട് ഓടി കളിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഫുൾ ആപ്പിൾ ആണോ? വിളിക്കാൻ പോകാൻ വിടൂലേ? എന്റെ കോലൊക്കെ നോക്ക്. എണീറ്റ് അങ്ങനെ തന്നെ എല്ലാരും. അതുകൊണ്ട് എങ്ങോട്ട് പോവാ? ഇല്ല കാമിയുടെ അടുത്തല്ല, അവിടെ വെക്കൂ. ആ ടേബിളിൽ വെക്കൂ. ചെലു. ഓക്കെ, ഗുഡ് ബോയ്. അവിടെ നിന്ന് കഴിക്കണം കേട്ടോ. കാമിക്ക് ആപ്പിൾ കഴിക്കാൻ പറ്റില്ല. ടി വി വെക്കണോ? എന്താ മുത്തിന് കാണണ്ടേ? ഓക്കെ. Are you gonna take shower? തല വിളിച്ചു വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഫ്രഷ് ഫീലിംഗ് ഫ്രഷ്. എന്റെ ഔട്ട്ഫിറ്റ് അടിപൊളി, സൂപ്പർ. നാട്ടിലിടാൻ പറ്റില്ല, ചൂടാ. സോ യെസ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കറിയില്ല, എനിക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് തുടങ്ങി. മേ ബി വെതർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയറിൽ സാലിസിലിക് ആസിഡ് സിറം മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ചെറുതായിട്ട് ഡിഫറൻസ് ഉണ്ട്, കണ്ടോ? ഇപ്പോൾ ഇത് നമ്മുടെ കരിഞ്ഞു പോകുന്നുണ്ട് ആക്നീസ്. പക്ഷെ എന്നാലും ഇതിങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ റെഗുലർ സിറാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി വാക്കബിൾ ഡിസ്റ്റൻസിൽ കുറച്ച് കഫേസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ വൈകിട്ട് ഒരു വാക്കിനൊക്കെ പോവാം, വെതർ നല്ല ആണെങ്കിൽ, മഴയൊന്നും ഇല്ലെങ്കിൽ. ആൻഡ് എൻ്റെ സൺസ്ക്രീൻ ഇത് ആക്ച്വലി ലിപ് മാസ്ക് ആണ്. ഞാനിത് ലിപ് ബാം ആയിട്ടാണ് യൂസ് ചെയ്യുക. വിശന്നിട്ട് വയ്യ.
നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നലെ ടാക്കോസ് ആയിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. ദിവ്യേച്ചിന്റെ അയ്യോ ഡിന്നറിന്റെ ഒന്നും കുക്ക് ചെയ്യണ്ട. അതെ പാസ്ത പാസ്ത ഉണ്ട്, ടാക്കോസ് ഉണ്ട്. ചെറുതോടെ അടുത്തൊന്ന് ചൂടാക്കണം. എടുക്കട്ടെ. കുക്കേഴ്സ് ഫേവറേറ്റ് വൈൻ. ഇത് ഇവിടെ വന്നിട്ട് പിന്നെ വാങ്ങിച്ചാണ്. നല്ല വൈനാട്ടോ. എനിക്കിഷ്ടമല്ല, ബിക്കോസ് ഭയങ്കര സ്വീറ്റാ. സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററലി കൽക്കണ്ടം കലക്കി കുടിക്കുന്നവരുണ്ട്. ഇറ്റ്സ് വെരി റിഫ്രഷിംഗ്. അതാണ്. അതെ, റിഫ്രഷിംഗ് ആണ്. നമ്മള് ഫുഡ് എടുത്ത അപ്പ കാമി വരും. ഉച്ചക്ക് ഓംലെറ്റ് തരട്ടെ ലഞ്ചിന്? ഓക്കെ ആണോ? ഓംലെറ്റും ബ്രോക്കലിയും തരാം അല്ലെ? പോരെ? രാവിലെ കുടിച്ചു കാമയ്ക്ക് കൊടുക്കാറ്. ഓംലെറ്റ് വേണോ? ഓംലെറ്റ് തരാം. ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? എന്നാലും കുക്കോ കഴിക്കുവോ? ആരും കൂട്ടാൻ ഉറപ്പാണോ? നക്കി നോക്കണോ? ഉപ്പ് നക്കി നോക്കാൻ പറ്റില്ല കണ്ണ. എന്താ പറ്റിയ നോക്ക്? കാമിക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അതൊന്നും. ഇതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കില്. കേക്കുന്നുണ്ടോ? ബട്ടർ തന്നെയാണോ ഉദ്ദേശിച്ചത്? എന്താണ് ഇതൊക്കെ ഓംലെറ്റ് നോക്കാൻ വന്ന ടീം എത്ര പേരാന്നറിയോ? ഇനിയിപ്പോ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എന്താണ് കുമി? ഇങ്ങോട്ട് ഒറ്റയ്ക്ക് കഴിക്കുകയാണോ? എന്താ വിശക്കാൻ കാരണം? കഞ്ഞിയായിരിക്കും. ഓക്കെ, അത്ര കഴിക്കാൻ പാടുള്ളൂ ചക്കരക്ക്. വിട്ടോ വിട്ടോ, മതി. ഗൂഗിൾ മതി. ഫിനിഷ് ഫിനിഷ്. ഫുഡ് വിടുന്നതാണ് കേട്ടോ. എല്ലാവരും കഴിക്കാം. യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് ഞാനും ഗോപും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് ചെയ്യുക. സോർട്ടഡ് വെജീസും എഗ്ഗും ആയിരിക്കും സാധാരണ. നല്ല ക്രീമി യമ്മി ആയിട്ടുള്ള ഓംലെറ്റോ അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്സോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ലഞ്ചിന് ഇവിടെ എന്തെങ്കിലും ചിലപ്പോൾ ചോറ് മോന് വെക്കുമ്പോൾ ഉണ്ടാവും. നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും സൈഡ് കൂട്ടി കഴിക്കും അല്ലേ? ഇവിടെ വന്നിട്ട് കിംച്ചിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്നിപ്പോ വിചാരിച്ചു എന്നെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ. ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയി, മോന് വയ്യാത്തത് കൊണ്ടും കാര്യങ്ങളൊക്കെ കുറെ ചെയ്യാനുണ്ടായിരുന്നു. സോ ഉള്ള ഫുഡ് പെട്ടെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അറിഞ്ഞില്ലല്ലേ? അമ്മ അപ്പ അറിഞ്ഞില്ല കണ്ണാ. കാണിക്ക ഫുഡ് ഉണ്ടല്ലോ അതില്. ഫുഡും വെള്ളമൊക്കെ അതാരാളോ വന്നിട്ട്. എന്താണ് കാമി? ഈ റെസിപ്പി നോക്കിയിട്ടാണ് പണ്ട് ഞാൻ വഴുതനങ്ങ പാസ്ത ഉണ്ടാക്കിയത്. ആക്ച്വലി ഇത് വെജ് പാസ്തയാണ്. വഴുതനങ്ങയും നമ്മുടെ ബ്രോക്കലി ഒക്കെ ഉണ്ട്. ഇനി എല്ലാ വർഷവും ആര്യൻകുട്ടിയുടെ നാട്ടിലെത്തിയാലും നമ്മളിത് പോക്കും. ആര്യൻകുട്ടി ഇതേപോലെ കഴിക്കും അല്ലേ ആര്യൻകുട്ട? ഗോപുന് ടാക്കോസ് ഇഷ്ടമാണോ? ഇത് ഇഷ്ടപ്പെട്ടു.
ഇഷ്ടപ്പെട്ടല്ലേ? കാരണം എരിവില്ല. ഇവിടെ എനിക്ക് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിക്കാലോ വീട്ടിൽ നിന്നാകുമ്പോ. ചില്ലി ഓയിൽ അടിപൊളി കേട്ടോ. കുറച്ച് ചില്ലി അല്ല എന്തൊക്കെയാ ഗാർലിക്കും എന്തിന്റെ കൂടി. നമുക്ക് ആക്ച്വലി നമ്മുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്പൈസി ഉണ്ടെങ്കിൽ എന്റെ ടേസ്റ്റ് ആവുള്ളൂ. ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പാസ്ത ആണെങ്കിലും എല്ലാത്തിന്റെ മുകളിൽ ചില്ലി ഓയിൽ കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പൊളി. ഒന്നും കൂടി തരുമോന്ന് ചോദിച്ചാ അപ്പേന്റെ അടുത്ത് പാവ അപ്പ എണീറ്റ് പോയി. കാരണം ഈ റിക്വസ്റ്റ് വരുന്നത് വളരെ റെയർ ആണ്. അവൻ അത്രയ്ക്ക് സംഭവം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ആ റിക്വസ്റ്റ് വരുന്നത്, അല്ലേ അപ്പേ? മോനെ 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 ചൂടാന്ന് പറഞ്ഞില്ലേ, ചൂടാറിയിട്ട് കഴിക്കും. എമ്മയാണോ? ഊതി ഊതി കഴിക്കണേ. പതുക്കെ. ഗുഡ് ബോയ് ആണ്. എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്. കാമിക്ക് ഞങ്ങളിത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. എൻ്റെ മോനും കുറച്ച് ടയർഡാണ്. അവന് 2 മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സെഡേഷൻ ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പാരസിറ്റമോൾ സിറപ്പൊക്കെ കൊടുക്കുമ്പോഴേ. നമ്മൾ നെറ്റ്ഫ്ലിക്സ് കാണാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. ആൻഡ് വി ആർ വാച്ചിങ് ദി കന്ദസാമി ദ ബേബി. അത് ഞാനിതാ ഇട്ട ഡ്രസ്സ് ഞാൻ കുളിക്കുമ്പോ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ ഓക്കെ. ഓ ഇത് ബർത്ത്ഡേ ഫ്ലവർ അല്ലേ? എന്റെ ബർത്ത്ഡേ വ്ലോഗ് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. തലേന്നും ബർത്ത്ഡേ അന്നും നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ വ്ലോഗായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അതെ. പക്ഷെ അതെല്ലാം കൂടി ബർത്ത്ഡേനെക്കാളും ഗൈസ് ഇഷ്ടപ്പെട്ടത് എന്റെ പിറന്നാളായിരുന്നു. നല്ല രസമായിരുന്നു. Somebody is here. ജാനു വന്നു. അച്ഛനെ ജാനുന് എന്ത് സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്? അപ്പൊ ഈ കുക്ക് നോക്ക്, ഞാൻ വൈകിട്ട് ഫിലിം ചെയ്യാം. വരൂ ആരിനെ കൂട്ടാം. ഓക്കെ. ശങ്കുരുമായി പാടില്ല. ഇത് ജാനു ചേച്ചി കണ്ടല്ലോ. കണ്ടത് പറഞ്ഞ ഞങ്ങക്ക് ഇന്ന് മൂടില്ല കേട്ടോ. എന്തിനാ ശങ്കരം വീഴോ? പിടിച്ച് പിടിച്ച് അപകടമാണോടാ? ഇല്ലില്ല, കാണിയും വരുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, ലോണ്ടറി ചെയ്യാനാണ് ഇവിടെ, എക്സ്പ്ലോർ ചെയ്യാനല്ല കേട്ടോ. ഇത് ലോണ്ടറിയുടെ ആണ്. അയ്യോ എടാ നമുക്ക് ഇത് ലോണ്ടറിയുടെ ബാഗാ നമ്മുടെ. അതാ റെഡ്. റൂം ടൂർ വേറെ തരാം. ഞാൻ ഒതുക്കിയിട്ട് അല്ല സോറി ജാനു ഒതുക്കിയിട്ട് ഞാനൊരു റൂം ടൂർ കാണിച്ചു കേട്ടോ. ഞാൻ ലോണ്ടറി കണക്ക് എന്റെ മോനെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴേ കേട്ടോ. സോ ഫ്യൂച്ചർ ഗേൾസ് താങ്ക് മീ ലേറ്റർ. ഇതൊരു ആരെന്റെ ഷോൾ ഇടും. ഗുഡ് ബോയ്. ഇനി കഴിഞ്ഞൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ അതിലൂടെ വൈറ്റ് ഇടാ, വൈറ്റ് വേറെ ഇടാ കേട്ടോ. കളർ പോകുന്നുണ്ടെങ്കിലേ എനിക്ക് നടുവ് എനിക്ക് ഇതിടാലോ. ഡ്രൈ ചെയ്യുവേ.
ഇനി ഇതില് നമ്മള് കുറച്ച് ഇതെടുത്തിട്ട് ക്ലോസ്. ഓക്കെ, ഇനി അരിമുട്ട ഇത് ഓൺ ചെയ്യും. ഗുഡ് ബോയ്. ഇതാര് വെച്ചതാ? ദീപ ജോ, അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആദ്യം പറഞ്ഞ കിട്ടിയില്ല, അതുകൊണ്ട് അഭിനയിച്ചതാണ്. ഭയങ്കര അഭിനയാണ്. പോവാം. ഒറ്റ മിനിറ്റ്. അച്ഛൻ ഇറങ്ങുന്നുള്ളൂ. എന്താ കാര്യം ചെയ്യുന്നേ? അപ്പി നോക്കാനോ? ആരപ്പി? എല്ലാം ക്ലീൻ ആട്ടോ. കാമിന്റെ അപ്പി ഒന്നും ഇല്ല അവിടെ. അനുവലിച്ച I badly need a coffee. ജാനൊരു കോഫി വേണോ? അവർക്ക് ഒരിക്കലും കോഫി വേണ്ട. പക്ഷെ നമ്മള് ചോദിക്കാതെ ഉണ്ടാക്കുമ്പോൾ ഓ നന്നായിട്ടുണ്ട്. എടാ ഇത് എന്താന്നറിയോ ഭഗവാനെ, ഇത് റൂം ഫ്രഷ്നർ ആണ് കണ്ണ. പൊള്ളിപ്പോവും. ആ കക്ഷത്തിലോ? എന്റെ കുഞ്ഞുമോൻ അമ്മ അറിയാണ്ട് നോക്ക്, ഇതെന്താന്നറിയോ? ഇത് റൂം ഫ്രഷ്നർ ആണ്, മേലടിക്കുന്നതല്ല കേട്ടോ. ആ ഇവിടെ ഇങ്ങനെ അടിക്കുന്നതാണ്. നമ്മുടെ മേത്ത് അടിച്ചാ വേണ്ട, അങ്ങനെ ആക്കണ്ട. കിട്ടുന്നിടത്തെല്ലാം മാറ്റി വെക്കണം. എങ്ങനെ? ആ അങ്ങനെ ആക്കും. ആരും കൂടെ ആക്കണ്ട. വീണ്ടും മുകളിൽ വെച്ചോളൂ. ഇപ്പൊ എല്ലാം മുകളിൽ കയറി അവസാനം. ഇങ്ങനെ ബുദ്ധിമുട്ടി കാപ്പി കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. ഹോട്ട് മിൽക്ക് കോഫി. Let's have a coffee. Let's have two coffee. No coffee. Sabji. Yeah, thank you. Cheers. Cheers. Hi. Cheers. എന്താ മോളെ കോഫി. ഇപ്പൊ നല്ല വെതറായി. ആ കാറ്റ് പറഞ്ഞു. വിൻഡി ആയിരുന്നു, പിന്നെ റെയിനി ആയിരുന്നു. നല്ല ഈവനിങ്ങാ അല്ലേ? നല്ല ഈവനിങ്ങാ. നല്ല സൂപ്പർ ഈവനിങ് ഗൈസ്. ഹായ്, നല്ല കാറ്റ്. എന്നെ കാണുന്നില്ല. നല്ല വെതർ, നല്ല കാറ്റ്, നല്ല കോഫി. ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേയ്സ്. സോ ഇന്നത്തെ ഡേ ടോട്ടലി ഒരു നല്ലൊരു അല്ലേ റിലാക്സിങ് ഡേ ആയിരുന്നു. ഞാൻ ഒരു സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കാണാൻ വേണ്ടിയിട്ട്. കാലാപാനി. കാലാപാനി 2 എപ്പിസോഡ് കൊള്ളാം. നമ്മൾ ആക്ച്വലി പുറത്തൊന്ന് പോകണമെന്ന് നേരത്തെ വിചാരിച്ചതാണ്. മോൻ്റെ ഡയപ്പറൊക്കെ തിന്നു, അതൊക്കെ ഒന്ന് മേടിക്കണം. ഒരു സുഷിയൊക്കെ എടുത്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചതാ. ബട്ട് അതായത് ലഞ്ച് സുഷി ആക്കാം, ഡിന്നർ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വെരി സിമ്പിൾ ആയിട്ട് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചാ. പക്ഷെ ഇവര് ഉച്ചയ്ക്ക് കടന്നപ്പം മോൻ സുഖമായിട്ട് മറ്റേ മരുന്നിന്റെ സെഡേഷനൊക്കെ കൊണ്ടായിരിക്കും സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. പിന്നെ വിളിക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോക്കൊക്കെ മുടങ്ങിയെന്നല്ല, പോയില്ല. എണീറ്റ് അവനൊരു കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തു. അപ്പൊ ഹാപ്പിയായി. മരുന്ന് കൊടുക്കാനുണ്ട്. ഇനി മരുന്ന് കൊടുത്തിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ ആക്സുവാണ്. ചുമ്മാ ഒരു വാക്ക്. ദെൻ ഡിന്നർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കടന്നുറങ്ങും. അതാണ് പ്ലാൻ. അപ്പൊ എല്ലാവരോടും ഒത്തിരി സ്നേഹം. സോ മൈ ഡിയേഴ്സ്, എല്ലാവരുടെയും ഡേയ്സും എല്ലാം നല്ലതാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ എന്താ പറയാ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. എന്തായാലും ഈ ഇയറൊക്കെ കഴിയാറായി അല്ലേ? സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. എപ്പോഴും കമന്റ് ചെയ്യുന്നതിനും ഈ വീഡിയോയുടെ താഴെയും പ്ലീസ് നിങ്ങളുടെ സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ടുള്ള കമന്റ്സ് ഒക്കെ ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നോക്കും, വായിക്കും, റിപ്ലൈ ചെയ്യും. സോ ബൈ. Could reach everyone, there'd be no wars.
ബോൾ മിസ്സിംഗ് ആണല്ലോ.